നമസ്കാരം. നോമ്പ് ഒരു പുറപ്പെടലാണ്. ശരിക്കും ഒരു പുറപ്പാട് തന്നെയാണ്. വിമോചനത്തിൻ്റെ പുറപ്പാട്, പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ പുറപ്പാട്. എല്ലാ യാത്രകൾക്കും പിന്നിൽ ഒരു ഒരുക്കമുണ്ട്. കഴിച്ച ഒരപ്പത്തിൻ്റെ ബലത്തിലാണ് ഏലിയാവ് 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം നടക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം ഭക്ഷിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ജനം തങ്ങളുടെ വിമോചന യാത്ര ആരംഭിക്കുന്നത്. സംഹാരകനിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിന് വാതിൽ പടിമേൽ പൂശിയ രക്തം ഏത് കുഞ്ഞാടിൻ്റേത് ആയിരുന്നുവോ അതിൻ്റെ ശരീരമായിരുന്നു ഭക്ഷിക്കേണ്ടത്. ഇത് ഭക്ഷിപ്പാൻ ഒരുങ്ങുന്നവർ ചില കർശന ആചാരമര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. വിരുന്നുമേശകളിൽ ആനന്ദം കണ്ടെത്തുന്നവരെ പോലെ ആകരുത്. അയഞ്ഞ വസ്ത്രങ്ങളും ഒരുക്കമില്ലാത്ത പാദങ്ങളും അലസമായ കരങ്ങളും ഇതിന് യോഗ്യമല്ല. മറിച്ച് ഒരു യാത്രയ്ക്കെന്നോണം ചെരുപ്പ് ധരിച്ചിരിക്കണം. അരക്കെട്ട് ഉണ്ടാവണം. മൃഗങ്ങളെ തുരത്തുന്നതിന് വടി കരുതണം. ഇതര കൂട്ടുകൾ ചേർക്കാതെ തീയിലിട്ട് ചുട്ട മാംസമാണ് ഇവർക്ക് നൽകുന്നത്. തിടുക്കത്തിൽ ഭക്ഷിക്കണം. പുറപ്പാട് പുസ്തകം നൽകുന്ന ഈ നിർദ്ദേശങ്ങൾക്ക് നിസായിലെ വിശുദ്ധ ഗ്രിഗറി നൽകുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നതിൽ നടപടിക്രമം പാലിക്കണം എന്ന് പറയുന്നതിൽ എന്ത് വിവേകമാണ് ഉള്ളത്? അരക്കെട്ട് മുറുകിയോ അയഞ്ഞോ ഇരുന്നാലെന്ത്? പാദങ്ങൾ നഗ്നമോ കവിചിതമോ ആയാലെന്ത്? വടി ജാരി വെച്ചിരുന്നാൽ പോരെ? കയ്യിൽ വെക്കണമെന്ന് എന്താണ് നിർബന്ധം? വീണ്ടും അദ്ദേഹം പറയുന്നു, സഞ്ചാരിയുടെ സാമഗ്രികൾ ചിലത് പഠിപ്പിക്കുന്നവയാണ്. വർത്തമാനകാല ജീവിതം ക്ഷണികമാണ്. ജനനം മുതലേ നാം വേർപാടുകളിൽ നിന്ന് വേർപാടുകളിലേക്കാണ് നയിക്കപ്പെടുന്നത്. ശ്രദ്ധാപൂർവം നമ്മുടെ കൈകാലുകളെ ഒരുക്കേണ്ടത് അനിവാര്യതയാണ്. നഗ്നവും അകവചിതവുമായ പാദങ്ങളിൽ ചെരുപ്പണിഞ്ഞാൽ ഈ ലോക ജീവിതത്തിൻ്റെ പാപമുള്ളുകൾ മുറിവേൽപ്പിക്കുകയില്ല. ആത്മസംയമനമുള്ളതും യോഗനിഷ്ഠവുമായ ജീവിതമാണ് ചെരുപ്പ് സൂചിപ്പിക്കുന്നത്. പാദത്തോളം എത്തുന്ന ഇറുകിയ അകംകുപ്പായം അച്ചടക്ക സംബന്ധമായ ജീവിതശൈലിയുടെ പ്രതീകമാണ്. ചേർത്തു വരിയുന്ന അരപ്പട്ട ജാഗ്രതയുടെ പ്രതീകമാണ്. കയ്യിലെ വടി ഭീതിപ്പെടുത്തുന്ന വന്യതകളെ തുരത്തുന്നു. അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഇളം ചൂടുള്ള ആഹാരം വിശ്വാസത്തിൻ്റെ പ്രതീകം. തിടുക്കത്തിൽ ഉൾക്കൊള്ളാവുന്നത്രയും മൃദുവാണ്, എന്നാൽ അസ്ഥികൾ പോലെ കടുപ്പമേറിയ ഭാഗവുമുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ സമർപ്പിക്കുന്നു. ഇങ്ങനെയാണ് ലൈഫ് ഓഫ് മോസസ് എന്ന ഗ്രന്ഥത്തിലെ വ്യാഖ്യാനം തുടരുന്നത്. എന്നാൽ നമുക്കിനി ഒരുക്കങ്ങൾ താമസിപ്പിക്കേണ്ട. അതെ, പെസഹായിക്കും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിലേക്കും തന്നെ. നോമ്പിനെ വിശേഷിപ്പിക്കുന്നത് ജേണി ടു പാസ്ക എന്ന് തന്നെയാണ്. നമസ്കാരം.